ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന വിഷു സദ്യയിലെ മൂന്നാമത്തെ ഐറ്റവും സദ്യയിലെ തന്നെ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റും ആയിട്ടുള്ള അവിയലിന്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞാൽ സദ്യയിലെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. ഞാനത് ചോറിന് ചേർത്ത് കഴിക്കാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. എനിക്ക് പുളിയിഞ്ചി വെറുതെ കഴിക്കാനാണ് ഇഷ്ടം, മാത്രമല്ല കുറച്ച് മധുരം കൂടുതൽ വേണം കേട്ടോ എനിക്ക് പുളിയിഞ്ചി. സത്യം പറഞ്ഞാൽ പുളിയിഞ്ചി എന്നല്ല മധുരയിഞ്ചി എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സദ്യയിലെ പുളിയിഞ്ചിയും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പുളി കൂടുതലാണെങ്കിൽ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാകില്ല. എൻ്റെ ഫേവറേറ്റ്സിൽ അത് പറയാതിരിക്കാനുള്ള ഒരു കാരണം ഇതും കൂടെയാണ്. എൻ്റെ അമ്മ ഞാൻ വീട്ടിലുള്ള ടൈമിൽ എപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കിയാലും ഞാൻ അതിൽ ശർക്കര കൂടുതൽ ഇടാൻ പറയും. എന്നാൽ കൂട്ടുകറിയുടെയും അവിയലിൻ്റെയും കാര്യം അങ്ങനെയല്ല. ഓൾമോസ്റ്റ് എല്ലാ സദ്യയിലെയും കൂട്ടുകറിയും അവിയലും എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അവിയലിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതുപോലെ നീളത്തിൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അവിയലിൽ ഓരോരുത്തരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യാറുള്ളത്. എന്നാലും ഇതിലൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കായ, മുരിങ്ങക്കായ, പയറ്, ക്യാരറ്റ്, പച്ചമുളക്, ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ കൈപ്പയ്ക്ക, അതും മസ്റ്റായിട്ട് ചേർക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ അതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ എനിക്കിവിടെ പയറ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബീൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഇളവനില്ലേ, ഞാൻ ഈ മേലെ കൊടുത്തിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ, അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണൽ ആണ്. അതില്ലാന്നുണ്ടെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരേ ഒരു വിസിൽ വരുന്നവരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വിസിലിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല. കാരണം വെജിറ്റബിൾസ് എല്ലാം വല്ലാതെ കുഴഞ്ഞു പോകും. വെജിറ്റബിൾസ് കുക്കായി കിട്ടുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, ജീരകം എന്നിവ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വല്ലാതെ കുഴഞ്ഞു പോകാതെ വളരെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാണുന്ന വെള്ളമൊക്കെ വറ്റിച്ച് നല്ല തിക്കാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. തൈര് ചേർത്ത ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം തൈര് ചേർത്ത ശേഷം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വേറെയും വെള്ളം വേറെ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ്. പിന്നെ കോക്കനട്ട് ഒക്കെ ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.